കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ ഒരു ലക്ഷണം നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ ഏതെങ്കിലും ഒരു ദിവസം കാണുന്നുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിരിക്കണം. ആ ദിവസം ഏതാണെന്നും ആ ലക്ഷണം എന്താണെന്നും നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് സെർവിക്കൽ മ്യൂക്കസിനെ പറ്റിയിട്ടാണ്. ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള, അതായത് പച്ചമുട്ട നമ്മൾ പൊട്ടിച്ചിടുമ്പോഴേക്കും അതിന് ചുറ്റും മഞ്ഞയും ഉണ്ടാകും, വെള്ളയും ഉണ്ടാകും. ആ വെള്ള പോലെയുള്ള ഡിസ്ചാർജാണ് നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ആയിട്ട്, ഓവുലേഷൻ ഡിസ്ചാർജ് ആയിട്ട് കാണുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫെർട്ടൈലായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക് വന്ന് കോണ്ടാക്ട് ചെയ്തോളൂ, ഞാൻ റെഡിയാണ് എന്ന് ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലോട്ട് അകത്തുന്ന സ്പെം സെൽസിനെ കൃത്യമായിട്ട് ശരീരത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് നല്ലൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത്. നമ്മുടെ സെർവിക്സ് പുറപ്പെടുവിപ്പിക്കുന്ന ഈ സെർവിക്കൽ മ്യൂക്കസ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് ഓർഗാസം വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ സെമന് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഏകദേശം ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഈ സെർവിക്കൽ മ്യൂക്കസ് കാണുന്നത്. ഈ ഒരു ഡിസ്ചാർജ് നമുക്കിത് കാണുന്നത് ഓവുലേഷൻ നടക്കുന്ന ദിവസം ഒരു ദിവസമാണെങ്കിലും ഓവുലേഷൻ ഉണ്ടാകുന്നത് അതിനേക്കാൾ ഒരു 4 ദിവസം മുൻപ് മുതൽ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ദിവസം മുൻപ് മുതൽ നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് കാണാനായിട്ടും തുടങ്ങും. 4ാമത്തെ ദിവസം, അതായത് ഏറ്റവും ലാസ്റ്റത്തെ ദിവസം നമുക്ക് കുറച്ച് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കൂടി വരും തോറും, എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് അടുക്കും തോറും നിങ്ങൾക്ക് ആ ഡിസ്ചാർജ് കാണുന്നത് കൂടുതലായിട്ടായിരിക്കും ക്വാണ്ടിറ്റി. എക്സാക്ട് ഓവുലേഷൻ നടക്കുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നോർമലി ഉണ്ടായതിനേക്കാളും കുറച്ചധികം ക്വാണ്ടിറ്റിയിലായിരിക്കും. വലിച്ചു നീട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്ന വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഡിസ്ചാർജാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൈൻ നമ്മളുടെ ശരീരത്തിൽ തരുന്നത്. നോർമലി എല്ലാവരും ഒരു ഓവുലേഷൻ ഡേറ്റ് നോക്കിയിട്ടാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാറ്. പലരും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിനെ കാണുമ്പോഴേക്കും അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. കാരണം ഓവുലേഷൻ ഡേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് റെഗുലർ പീരിയഡ്സ് ആണല്ലോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും അവരുടെ മനസ്സിലുണ്ട്. നോർമലി നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിലും ചിലർക്ക് ചില മാസങ്ങളിൽ, അത് ഈ പറയുന്ന എല്ലാ സ്ത്രീകൾക്കും, ഒരു 90% സ്ത്രീകൾക്കും ഒരു വർഷം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ ഓവുലേഷൻ നേരത്തെ ആകുന്നതിനും ഓവുലേഷൻ വൈകി ആകുന്നതിനും ഒരു മാസത്തിൽ തന്നെ 2 അണ്ടം പുറത്തേക്ക് വരുന്നതിനും ചാൻസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഒരു മാസത്തിൽ 2 അണ്ടം പുറത്തു വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓവുലേഷൻ നടക്കുന്നവരാണെങ്കിലും ചില കേസുകളിൽ, ഇപ്പോൾ PCOD ഉള്ളവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് പീരിയഡ്സ് വരുന്നുണ്ടാകും. പക്ഷേ PCOD ഉള്ളവരായതുകൊണ്ട് ഡോക്ടർ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ലെട്രസോളിൻ്റെ മെഡിസിൻ നിങ്ങൾക്ക് തരും. അങ്ങനെ വരുന്നവർക്ക് നാച്ചുറലി നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നത് കൊണ്ട് നോർമലി നിങ്ങളുടെ അണ്ടം വളർന്നോളും. പക്ഷേ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെട്രസോൾ പോലുള്ള മെഡിസിൻസ് എടുക്കുമ്പോഴേക്കും ഓവുലേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കുറേയും കൂടി വർദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ 1-2 ഡോമിനൻറ്റ് ഫോളിക്കിൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകും. ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഓവറിൽ നിന്നോ അല്ലെങ്കിൽ 2 ഓവറിൽ നിന്നോ നിങ്ങൾക്ക് അണ്ടം ഒരേ സമയം പൊട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആദ്യത്തെ അണ്ടം പൊട്ടുന്നതിനേക്കാളും ഒരു 2-3 ദിവസം ലേറ്റ് ആയിട്ടായിരിക്കും അടുത്ത അണ്ടം പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിഗ്നൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഓവുലേഷൻ സമയത്ത് ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞാൽ, അതെപ്പോഴാണ് ആ ഡിസ്ചാർജ് കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില മാസങ്ങളിൽ നമുക്ക് ഓവുലേഷൻ നീണ്ടു പോകുമെന്നും നേരത്തെ ആകുമെന്നും പറഞ്ഞല്ലോ. നമ്മളിപ്പോൾ കൃത്യം 28 ദിവസം മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടെങ്കിലും ചില മാസങ്ങളിൽ നമുക്ക് നേരത്തെ പീരിയഡ്സ് വരുന്നതിനും വൈകി പീരിയഡ്സ് വരുന്നതിനും ചാൻസ് ഉണ്ട്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഓവുലേഷൻ വരുന്നതിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത്, അതായത് നിങ്ങൾക്ക് നേരത്തെ മുതൽ തന്നെ സെർവിക്കൽ മ്യൂക്കസ് കാണുന്നുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റ് എക്സാക്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 14ാമത്തെ ദിവസമാണെങ്കിൽ ഒരു 18ാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കൂടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഓവുലേഷൻ ലേറ്റ് ആയി പോകാനായിട്ടും ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ലെട്രസോളിൻ്റെ ആ ഒരു മെഡിസിൻ ഒക്കെ എടുത്തതിന് ശേഷം കൃത്യം ഓവുലേഷൻ ഡേറ്റ് മാത്രം നമ്മൾ നോക്കിയിരിക്കും. ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നമ്മളുടെ ശരീരത്തിനകത്ത് സ്പേം കൃത്യമായിട്ടൊരു 5 ദിവസം വരെയൊക്കെ മിനിമം മാക്സിമം നമ്മളുടെ ശരീരത്തിൽ നിൽക്കും. ആ ദിവസം വരെ നിൽക്കുന്നത് കൊണ്ട് അണ്ടം അതിന് ആ സമയത്തിനുള്ളിൽ എപ്പോൾ വന്നാലും ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യം ഓവുലേഷൻ ഡേറ്റിന് വേണ്ടി മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ അതിന് മുൻപുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഓവുലേഷൻ ഡിസ്ചാർജ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റിയിട്ട്. നോർമലി ഡോക്ടേഴ്സും നമുക്ക് കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ. ഈ മെഡിസിൻ പലർക്കും സെർവിക്കൽ മ്യൂക്കസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു മെഡിസിൻ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം പ്രഗ്നന്റ് ആയ ആളുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസീവൽ എന്ന് പറയുന്ന ഒരു മെഡിസിൻ്റെ വീഡിയോ ഉണ്ട് ചാനലിൽ. ദിജോസ് വേൾഡ് കോൺസീവൽ മെഡിസിൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിൽ താഴെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ മെഡിസിൻ എടുത്തിട്ട് പ്രഗ്നന്റ് ആയി എന്നതിനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ഫോളോ ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുക്കുക. നാച്ചുറലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സെർവിക്കൽ മ്യൂക്കസിൻ്റെ മെജോറിറ്റിയും അടങ്ങിയിട്ടുള്ളത് വെള്ളമാണ്. ഈ വെള്ളം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അതുമാത്രമല്ല വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. വാട്ടർ മെലൺ കഴിക്കുക, അതുപോലെ ക്യൂക്കമ്പർ കഴിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലെ വാട്ടർ കൂടുതലായിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷനും എൻഹാൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ മുതൽ നിങ്ങൾ ശരീരത്തിനെ മോണിറ്റർ ചെയ്യുക. എപ്പോഴാണ് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചാർട്ട് ചെയ്ത് വെക്കുക. ഇനി സെർവിക്കൽ മ്യൂക്കസ് ഒട്ടും തന്നെ കാണുന്നില്ലെങ്കിലും പ്രഗ്നൻ്റ് ആകുന്ന ആളുകളുണ്ട്. അത് കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ലൂബ്രിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇനി അത് ഒട്ടും തന്നെ ഇല്ല, ആ സമയത്ത് തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ, ഏകദേശം നിങ്ങൾ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തിക്ക് ഡിസ്ചാർജ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാരണം തിക്കായിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് അകത്തേക്ക് സെമൻ പ്രവേശിക്കുന്നതിനെ തടയുന്നു. അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ വജൈനയുടെ ഓപ്പണിങ്ങിൽ വെച്ചിട്ട് തന്നെ സെമൻ നശിച്ചു പോകും, അല്ലെങ്കിൽ വജൈനയുടെ അകത്ത് വെച്ചിട്ട് തന്നെ സെമൻ നശിച്ചു പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഓവുലേഷൻ ഡിസ്ചാർജ് നമുക്ക് എപ്പോഴും വലിച്ചു നീട്ടാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ തിക്കായിട്ടുള്ള ഡിസ്ചാർജ് നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ടായിരിക്കും നിൽക്കുന്നത് കേട്ടോ. ആ കാര്യം കൂടി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡിസ്ചാർജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിജോസ് വേൾഡ് സെർവിക്കൽ മ്യൂക്കസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ ആ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.